നന്ദ, ദേവിയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? അത് പറയാനമ്മ ഞാൻ വന്നേ. ദേവിക്ക് ഒരു കുഴപ്പമില്ല. അവൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. സത്യമാണോ നന്ദേട്ടാ? ഏട്ടൻ ദേവിയേച്ചി കണ്ടോ? കണ്ടു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഈശ്വരാ, അമ്മ പേടിക്കണ്ട. ദേവി സുഖമായിട്ടിരിക്കുന്നു. എന്റെ മോളെ കണ്ടു എന്നാണോ നന്ദ പറഞ്ഞത്? ദേവിയെ കണ്ടോ? സത്യാണോ? എവിടെയാ മോനെ അവള്? മോനെന്താ അവളെ കൂട്ടിക്കൊണ്ടുവരാഞ്ഞത്? അവക്ക് ആപത്തൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ദേവി സുഖമായിരിക്കുന്നു. ഒരാപത്തുമില്ല. കുറച്ചു ദൂരെ സുരക്ഷിതമായ ഒരിടത്ത് ദേവിയുണ്ട്. ദേവിയെ നന്നായിട്ട് നോക്കുന്ന ഒരു കുടുംബത്തിലാണ് അവളുള്ളത്. ഞാൻ ദേവിയുടെ അടുത്തുനിന്ന് ഇപ്പൊ വരുന്നേ. ആദ്യം ഇവിടെ വന്ന് ഈ സന്തോഷ വാർത്ത അറിയിച്ചിട്ട് വീട്ടിൽ പോകാന്ന് കരുതി. ഏത് വീട്ടിൽ അവള് കഴിയുന്നത്? ആരാ അവള് നോക്കുന്നത്? ദേവിക്ക് ഒരു കുറവുമില്ല. അവളുടെ ദേഹത്ത് ഒരു പൊടി പോലും പറ്റാതെ സംരക്ഷിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കുടുംബത്തിലാ ദേവി ഇപ്പൊ കഴിയുന്നേ. ചേച്ചി എന്താ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാത്തെ? ഇനിയും അവിടെ ഒറ്റയ്ക്ക് മാറി കഴിയണമെന്നാണോ? അതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാ മോളെ. കേസും കാര്യങ്ങളൊക്കെ നടക്കല്ലേ. വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് ഞാൻ വീണ്ടും ദേവിയുടെ അടുത്തേക്ക് പോകും. ദേവിയുടെ കാര്യം ഓർത്ത് ആരും ഒട്ടും പേടിക്കണ്ട. ഞാൻ അധികം നിൽക്കുന്നില്ല. എല്ലാരും സന്തോഷമായിട്ടിരിക്കണം. ഇവിടെ സന്തോഷമാണെന്ന് അറിഞ്ഞാലേ ദേവിക്ക് അവിടെ സമാധാനം കിട്ടൂ. ഈശ്വര, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. ഞങ്ങളുടെ സന്തോഷമായിട്ടായിരിക്കണേന്ന് മോൻ ദേവി അറിയിച്ചേക്ക്. ഏട്ടാ, ദേവീച്ച് എങ്ങനെയാ അവിടെ എത്തിയേ? അതൊക്കെ വിശദമായിട്ട് പറയാം മോളെ. വീട്ടിലെ അച്ഛനോട് പോലും ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഞാനത് ഇങ്ങോട്ട് ഓടി വന്നേ. ശരിയമ്മേ. അച്ഛാ, ഞാൻ പോട്ടരാം. മോനെ, എന്താ അമ്മേ? അല്ല, മനസ്സിന്റെ ഒരു ആദ്യം കൊണ്ട് ചോദിക്കുന്നതാ. മോനെ അവിശ്വസിക്കുകയാണെന്ന് തോന്നരുത്. എന്താ അമ്മേ? ദേവി സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? എന്താ ഇനി സംശയമാണോ? എന്താ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ദേവിയെ കണ്ടെന്ന് ഞാൻ കെട്ടിച്ചമച്ച് പറയുന്നതാണെന്നാണ് കരുതുന്നത്? സ്വന്തം മോള് സുഖമായിരിക്കുന്നു എന്ന് കള്ളം പറഞ്ഞ് ഒരമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കാം. എന്റെ ദേവിയെ പറ്റി ഇല്ലാത്ത പറയുന്ന ഒരാളാണ് ഞാൻ. അയ്യോ, അങ്ങനെയല്ല മോനെ. സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ ഒരിടത്തും മനസ്സ് നിൽക്കുന്നില്ല. ചിലപ്പോ നമ്മളെ കുറിച്ച് എന്നെ സംശയിച്ച് പോവാന്ന് പറയില്ലേ? അതുപോലൊരവസ്ഥയില്ല ഞാൻ. സത്യമേത് കള്ളവേദന തിരിച്ചറിയാൻ വയ്യ. ദേവിയുടെ കാര്യത്തിൽ ഞാൻ കള്ളം പറയില്ലമ്മേ. ദേവി സുഖമായിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ദേവിയുടെ ജീവിതത്തിലെ സമാധാനമുള്ള കുറച്ച് ദിവസങ്ങളിലൂടെ അവൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേസിന്റെ അന്വേഷണവും അതിന്റെ പേടിയൊക്കെ ഉണ്ട്, ശരി തന്നെ. പക്ഷെ അതിനപ്പുറം സുഖവും സ്നേഹവും ദേവി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പോ പോലീസ് അന്വേഷണത്തിനിടയിൽ ദേവിയെ കാണാതിരിക്കുന്നത് നല്ലത്. എല്ലാം നടങ്ങട്ടെ, എല്ലാവർക്കും സന്തോഷത്തോടെ ഒത്തുചേരാം. ശരിയമ്മേ, ഞാൻ ഇറങ്ങട്ടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം
യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.